ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 36. സർ, മഹാദേവൻ്റെ ഒറ്റ വിളിയിൽ തന്നെ വൈശാഖി ആ മുറിയിലേക്ക് ഓടിക്കയറി ചെന്നു. ഒട്ടൊരു പരിഭ്രമത്തോടെ. പുട്ടിനു പീര പോലെ അവൾക്ക് പിന്നാലെ ഭാസ്കരനും. നിന്റെ പ്രോജക്റ്റ് വെച്ച സ്റ്റിക്ക് ഫയലിൻ്റെ കളർ എന്താണ്? അവൻ കയറി വന്നവളോട് കടുപ്പത്തിൽ തിരക്കി. ബ്ലൂ സർ. ഇതിപ്പോൾ എന്താ ഉണ്ടായേ എന്ന വണ്ണം വൈശു ആ മുറിയിൽ നിൽക്കുന്ന മഹാദേവനെയും ഗൗരിയെയും മാറി മാറി നോക്കി. അതേപോലെയുള്ള സ്റ്റിക്ക് ഫയൽ നിന്റെ കയ്യിൽ ഇനിയും ഉണ്ടോ? ദേവൻ വീണ്ടും ചോദിച്ചു. ഉണ്ട് സാർ. അവൾ കഥയറിയാതെ വീണ്ടും തലയാട്ടി. ആ. മഹാദേവൻ ഒന്ന് അമർത്തി മൂളി. എന്നിട്ട് മെല്ലെ കുനിഞ്ഞിരുന്നു കൊണ്ട് ആ മുറിയിൽ കിടക്കുന്ന കട്ടിലിനടിയിലേക്ക് കൈയിട്ടു. എന്താ ദേവ? ആ നേരമെല്ലാം പരവേശത്തോടെ നിൽക്കുന്ന ഗൗരിയുടെ മുഖം ഭാസ്കരനിൽ ഒരു സംശയം നിറച്ചുവെങ്കിലും അയാൾ ഉറപ്പിക്കുവാൻ വേണ്ടി എന്നവണ്ണം തിരക്കി. മഹാദേവൻ അതിനുള്ള മറുപടി കൊടുത്തില്ല. പകരം ബെഡിനടിയിൽ നിന്നും ഒരു സ്റ്റിക്ക് ഫയൽ പൊക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. എല്ലാവരുടെയും നോട്ടം പൊടുന്നനെ അതിലേക്ക് നീണ്ടു. ഇതാണോ വൈശാഖി പ്രോജക്റ്റ് വെസ്റ്റ് സ്റ്റിക്ക് ഫയൽ? കയ്യിലിരുന്ന നീല നിറത്തിലുള്ള ഫയൽ അവളുടെ നേർക്ക് കാട്ടിക്കൊണ്ട് ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു. അതെ അതെ സാർ, ഇതെൻ്റെ ഫയലാണ് സാർ. കാണാതെ പോയ തൻ്റെ പ്രോജക്റ്റ് കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിനൊപ്പം തന്നെ പെണ്ണിൻ്റെ കണ്ണിൽ അമ്പരപ്പും നിറഞ്ഞു. ഉറപ്പാണോ? അവൻ വീണ്ടും എടുത്തു ചോദിച്ചു. മഹാദേവൻ്റെ മുഖം ഒന്നും കൂടി അപ്പോൾ മുറുകിയിരുന്നു. അതെ സാർ, ഉറപ്പാണ് സാർ. അവളുടെ മുഖത്ത് സന്തോഷം. അപ്പോൾ ഗൗരി, ഇനി എങ്ങനെയാ? ബാക്കിയുള്ളത് നീ തന്നെ പറയ്. ആ ഫയൽ ഒന്ന് തുറന്നു നോക്കിയിട്ടവൻ വീണ്ടും അടച്ചു വെച്ചു. ഞാൻ എന്ത് പറയാനാ? ദേവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഗൗരി വെപ്രാളത്തോടെ ഉമിനീരിറക്കി. ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിനക്കറിയാം. അത് ഞാൻ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഗൗരി പറയുന്നതല്ലേ നല്ലത്. മഹാദേവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. ദേവേട്ട, എനിക്കൊന്നും മനസ്സിലായില്ല. അവളുടെ കൈവിരലുകൾ വെപ്രാളത്തോടെ പരസ്പരം കോർക്കപ്പെട്ടു. ശരി, നിനക്ക് മനസ്സിലായില്ല, അത് വിട്ടേക്ക്. നിനക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ട കടമ എനിക്കുണ്ടല്ലോ. അവളുടെ അരികിലേക്ക് മഹാദേവൻ ഇത്തിരി കൂടി നീങ്ങി നിന്നു. അവൻ്റെ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടവും കണ്ടതും ഗൗരി പൊടുന്നേനെ വിറയ്ക്കാൻ തുടങ്ങി. ദേവാ, ബാലു മകനെ ഒട്ടൊരാശങ്കയോടെ വിളിച്ചു. ഭാസ്കരന് ഇതിനോടകം തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എങ്കിലും അയാളത് പുറത്തേക്ക് കാട്ടിയില്ല. കാരണം പലവട്ടം പല രീതിയിൽ പല കാര്യങ്ങളും ഗൗരിക്ക് താൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അവളിവിടെ കാട്ടിക്കൂട്ടിയ പൊല്ലാപ്പ് ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഭാസ്കരൻ മനഃപൂർവ്വം മൗനം പാലിച്ചുകൊണ്ട് മകന് തന്നെ അത് വിട്ടുകൊടുത്തേച്ചു. അച്ഛൻ ഇതിൽ ഇടപെടരുത്. ഒരൊറ്റ മറുപടി മാത്രമേ അവൻ്റെ വായിൽ നിന്നും അപ്പോൾ വീണുള്ളൂ. അതും അതീവ ദേഷ്യത്തിൽ. എന്താടാ കാര്യം? ഗൗരി കിടക്കുന്ന മുറിയിൽ നിന്നുള്ള മഹാദേവൻ്റെ ഒച്ച കേട്ടതുകൊണ്ടാവാം പത്മാവതിയും ലക്ഷ്മിയും അപ്പോഴങ്ങോട്ടേക്ക് ധൃതിയിൽ ഓടിച്ചെന്നത്. അതിനുള്ള ഉത്തരം അവിടെ നിൽക്കുന്ന ആരും നൽകിയില്ല എന്നതാണ് സത്യം. ഇനി പറയ് ഗൗരി, വൈശാഖിയുടെ ഈ ഫയൽ നിന്റെ മുറിയിൽ എങ്ങനെ വന്നു? മഹാദേവൻ തൻ്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് ഗൗരിയോട് ചോദിച്ചു. അറിയില്ല ദേവേട്ട, എനിക്കൊന്നും അറിയില്ല. പെണ്ണുമുഖത്ത് ആ വോളം നിഷ്കളങ്കത വാരി വിതറി. ഈ മുറിയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ആരാ കിടക്കുന്നേ? മഹാദേവൻ്റെ അടുത്ത ചോദ്യം അപ്പോഴേക്കും വന്നിരുന്നു. ഞാനാ. ഗൗരി ഭയത്തോടെ തലയാട്ടി സമ്മതിച്ചു. അപ്പോൾ ഈ ഫയല് ഈ മുറിയിലെ കട്ടിലിനടിയിൽ എങ്ങനെ വന്നതെന്നും നീ പറയണം. അവൻ്റെ കണ്ണുകൾ ഗൗരിക്ക് നേരെ കൂർത്തു. എനിക്കറിയില്ല ദേവേട്ട. അല്ലെങ്കിൽ തന്നെ അത് ഗൗരിയുടെ ഫയലാണെന്ന് ദേവേട്ടൻ എങ്ങനെ ഉറപ്പിച്ചു? ഒന്നെങ്കിൽ അത് വിഷ്ണുവിൻ്റേതാവാം, അല്ലെങ്കിൽ എൻ്റേതായിക്കൂടെ? ഇതിപ്പോൾ ഇവിടെ പ്രോജക്റ്റ് ഞാൻ മനഃപൂർവ്വം എടുത്താണെന്ന് ദേവേട്ടൻ വരുത്തി തീർക്കുവാണോ? ലക്ഷ്മി അവൻ്റെ മുന്നിൽ നിന്ന് കണ്ണ് നിറച്ചു. ദേവൻ അത് കണ്ടതും പുച്ഛം തോന്നിപ്പോയി. വിഷ്ണുവിനെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ഞാനാണ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നീ ഇവിടെ വരുമ്പോൾ കയ്യിൽ കുറച്ച് തുണിയല്ലാതെ നിൻ്റേതായിട്ടൊന്നുമില്ലായിരുന്നു, ഒരു പുസ്തകം പോലും. മഹാദേവൻ പല്ല് ഞെരിച്ചു. ആ ദേവേട്ടൻ എങ്ങനെ അറിയാം? അവൾ വെറുതെ എങ്കിലും വാദിച്ചു. ഓക്കെ, അതിപ്പോൾ എന്ത് വേണേലും ആയിക്കോട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ
ഗൗരിയുടേതല്ലെന്ന് ഞാൻ തെളിയിച്ചാൽ? അവൻ്റെ മുഖത്ത് ആ പെണ്ണിനോടുള്ള വെറുപ്പും ദേഷ്യവും നിറഞ്ഞു. ഗൗരി ഉത്തരവൊന്നും കൊടുത്തില്ല. പകരം ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അഹങ്കാരത്തോടെ തെളിയിക്കുക എന്ന രീതിയിൽ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. മഹാദേവൻ ആ ഫയലിൻ്റെ ഫ്രണ്ട് വശം അവളുടെ നേരെ പൊക്കി പിടിച്ചു കാട്ടി. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ അല്ലേ? വായിരടി. ഒരലർച്ചയായിരുന്നു പൊടുന്നനെ അവനിൽ നിന്ന് ഉയർന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെയാണ് അവൻ്റെ കയ്യിലിരുന്ന സ്റ്റിക്ക് ഫയലിൻ്റെ ഫ്രണ്ടിലേക്ക് പോയത്. അവിടെ അവർ കണ്ടു നെയിം സ്ലിപ്പിൽ എഴുതി വച്ചിരിക്കുന്ന വൈശാഖിയുടെ പേര്. കൂട്ടത്തിൽ ക്ലാസ്, ഡിവിഷന്, കോളേജ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് താനും. ദേവാ വേണ്ടടാ, വഴക്ക് വേണ്ട. ലക്ഷ്മി പൊടുന്നതിനെ പേടിച്ചോടിച്ചെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്ന വണ്ണം. ഇനിയിപ്പോൾ ഇതാരുടെയാണെന്ന് വാദിക്കേണ്ടതിൻ്റെ കാര്യമുണ്ടോ? ദേവൻ അമ്മയുടെ വാക്കുകളെ തെല്ലും ഗൗനിക്കാതെ ഗൗരിയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ഇല്ല. അവളൊന്ന് ഞെട്ടി. എങ്കിൽ പറയേ, ഇതെങ്ങനെ നിന്റെ മുറിയിൽ വന്നു? മഹാദേവൻ ഒച്ച ഉയർത്തിയതും പെണ്ണ് രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു. നീ എടുക്കാതെ ഈ ഫയൽ മുറിയിലേക്ക് നടന്നു കയറി വരുമോ? അവൻ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ട് വീണ്ടും അലറി. മോനെ വേണ്ടടാ, വിട്ടേക്ക്. മകൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരുന്ന ലക്ഷ്മി കരഞ്ഞു പോയിരുന്നു. പറയടി, നീ എന്തിനാണ് ഇവളുടെ ഫയൽ എടുത്തുകൊണ്ട് വന്നത്? അമ്മയുടെ കരച്ചിലൊന്നും ആ നേരം അവനെ തെല്ല് വേശിയില്ല. അവനെപ്പോൾ അവളെ എരിച്ച് കളയാനുള്ള കലിപ്പിലായിരുന്നു. എനിക്കറിയില്ല ദേവേട്ട, അതെങ്ങനെ എവിടെ വന്നേന്ന്. ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യത്തിന് എന്നെ കള്ളിയാക്കാൻ വൈശാഖി മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവച്ചതാണെങ്കിലോ? അവളുടെ കരണം പുകഞ്ഞുപോയി. ചെവിയിലൊരു മൂളക്കം വന്ന് നിറഞ്ഞു. അവിടെ കഷ്ടപ്പെട്ടെഴുതിയ പ്രോജക്റ്റ് വർക്ക് അവൾ തന്നെ കത്തിച്ച് കളയുവോടി. അവൾ ഒരു കരച്ചിലോടെ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. ഇത്രയ്ക്കും ക്രൂരയാവാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു ഗൗരി? കട്ടിനടിയിൽ കൂട്ടി വച്ചിരിക്കുന്ന ചാരമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ തെളിഞ്ഞു നിന്നത്. വസുന്ധരയെ വിളിക്ക്. പത്മാവതിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ആ വീട്ടിൽ ആദ്യമായിട്ട് ഉയർന്നു കേട്ടു. അവരുടെ മുഖം വല്ലാതെ ചുവന്നു കയറിയിരുന്നു. അമ്മേ വിട്ടേക്ക്, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ലക്ഷ്മി അവരെ പൊടുന്നനെ തടഞ്ഞു. കാരണം ദേവനും വൈശാഖിയും കാരണം ആ കുടുംബത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിള്ളലുകളും സംഭവിക്കരുതെന്ന് ലക്ഷ്മി ആഗ്രഹിച്ചിരുന്നു. ഗൗരിയുടെ കാര്യം വസുന്ധരയെ വിളിച്ച് പറഞ്ഞാൽ പിന്നീട് സഹോദരങ്ങൾ തമ്മിലും വീടുമായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പായിട്ടും അകലങ്ങളുണ്ടാവും. ഉറപ്പായിട്ടും വീട്ടിലൊരു ഒച്ചപ്പാടുണ്ടാവും. വാടകയ്ക്ക് താമസിക്കുവാൻ വേണ്ടി വന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഗൗരിയെ എന്തിനടിച്ചു എന്നതാവും അടുത്ത ചർച്ച. ഇവിടെ വൈശാഖി നിരപരാധിയാണ്. എന്ത് പറഞ്ഞാലും കണ്ണു നിറയ്ക്കുന്നവൾ. അവളെ പ്രതി ഈ വീട്ടിലൊരു ഒച്ചപ്പാടവും ബഹളവും ഉണ്ടായാൽ എല്ലാവരെയും കാട്ടിൽ കൂടുതൽ അവളെ അത് വല്ലാതെ ബാധിക്കും. അതുമാത്രമല്ല, ബാലേട്ടൻ്റെ ജീവനാണ് ആളിൻ്റെ അനിയത്തി. ഇതൊരു പ്രശ്നമായാൽ അവർ തമ്മിലൊരു നീരസം ഉണ്ടാവും. അത് ആങ്ങളയ്ക്കും പെങ്ങൾക്കും മാനസികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഗൗരിയെ ഒരു വട്ടം കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാമെന്നാണ് അവരപ്പോൾ മനസ്സിൽ ചിന്തിച്ചത്. നിന്നോട് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം, അല്ലാതെ ഇടയിൽ കയറാൻ വരരുത്. അവർ വീണ്ടും ദേഷ്യപ്പെട്ടു. ലക്ഷ്മി നിസ്സഹായതയോടെ മുൻപിൽ നിൽക്കുന്ന ഭർത്താവിനെ നോക്കി. മറിച്ചൊരഭിപ്രായം ഇല്ല എന്നതുപോലെയായിരുന്നു ബാലേട്ടൻ്റെ നിൽപ്പും. ഞാൻ വിളിക്കാം. മുറിയിൽ കിടന്ന കട്ടിലിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മി ഫോൺ എടുക്കുവാൻ വേണ്ടി സ്വന്തം മുറിയിലേക്ക് നടന്നു. അമ്മേ ഒച്ച വേണ്ട. കാര്യങ്ങൾ മയത്തിൽ പറഞ്ഞു കൊടുത്താൽ വസുന്ധരയ്ക്ക് മനസ്സിലാവും. നമ്മളായിട്ടൊന്നിനും പോവണ്ട. ഇതിപ്പോൾ ഒരു വട്ടമല്ല, പല പ്രാവശ്യമായി ഗൗരി വൈശാഖിയോട് ഇങ്ങനെ ഓരോ ഭ്രാന്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ വിശ്വസിച്ചാണ് അവളുടെ മുത്തശ്ശി അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനിയൊരു വട്ടം കൂടി ഗൗരിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും വൈശാഖിക്ക് ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടവയാണ്. ബാലു അത്രമാത്രം അമ്മയോട് പറഞ്ഞു. എന്നിട്ട് കട്ടിലിരിക്കുന്ന ഗൗരിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എനിക്കിതിനെ അടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഗൗരി, പെൺകുഞ്ഞുങ്ങളെ കൈ നീട്ടി അടിക്കാൻ വശമില്ലാത്തത് കൊണ്ടാണ്. ഗൗരിയെ നോക്കുമ്പോൾ ബാലുവിൻ്റെ മുഖത്ത് നിറഞ്ഞ സങ്കടമായിരുന്നു. പിന്നെ എന്തോ പറയുവാനായി തുനിഞ്ഞ ഭാസ്കരൻ്റെ ഫോണിലേക്ക് അപ്പോഴാണ് ഒരു കോൾ വന്നത്. അയാൾ ഗൗരിയെ ഒരു വട്ടം കൂടി ഒന്ന് നോക്കിയിട്ട് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മെല്ലെ മുറിയിൽ നിന്ന് ഹാളിൽ, അമ്മേ ഞാൻ ഇറങ്ങുന്നു. അപ്പോഴാണ്
ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മിയോട് കോളേജിലേക്ക് പോകുവാനായി ഇറങ്ങിയ മഹാദേവൻ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞത്, ദേവ, നീ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ വൈശുവിനെയും കൂട്ടിക്കോ. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എൻ്റെ ഫ്രണ്ടിനൊരു ആക്സിഡൻറ്റ്, ബ്ലഡ് കൊടുക്കണം. ഉമ്മറത്തേക്ക് ഇറങ്ങുന്ന മകനെ നോക്കി അയാൾ സംസാരിച്ചു കൊണ്ടിരുന്ന കോള് കട്ട് ചെയ്തു. ആർക്കാണെന്ന് അവനപ്പോൾ ചോദിച്ചില്ല. ഏത് ഹോസ്പിറ്റലാണെന്ന് മഹാദേവൻ തിരക്കിയില്ല. അവനിൽ ആ നേരം വല്ലാത്ത ദേഷ്യമായിരുന്നു. അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ദേവൻ സമ്മതം പറഞ്ഞു, അത്രമാത്രം. വൈശുക്കൊച്ചെ, നീ ബാഗും എടുത്തുകൊണ്ട് ചെല്ല്. ബാലു സെറ്റിയിലിരിക്കുന്ന വൈശാഖിയോട് നിർദ്ദേശിച്ചതും അവൾ തല കുലുക്കിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് കയറി. എന്നിട്ട് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. പോവാണേ. അവളെ യാത്ര അയക്കാൻ നിൽക്കുന്ന പത്മാവതിയെയും ഭാസ്കരനെയും ലക്ഷ്മിയെയും നോക്കി അവൾ വലത്തെ കൈ വീശി കാട്ടി. പോയി വാ മോളെ. പത്മാവതിയും ലക്ഷ്മിയും ഒരുപോലെ പറഞ്ഞു. വൈശു നിർത്തിയിട്ടിരിക്കുന്ന മഹാദേവൻ്റെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഗ്ലാസ് വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കി ഉമ്മറത്ത് നിൽക്കുന്നവരെ മുഖമൊന്ന് ആട്ടി. മഹാദേവൻ്റെ വണ്ടി വീടും കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. കാറിൽ ഇരുവരും മൗനമായിരുന്നു. പെണ്ണവനെ പേടിയോടെ ഒന്ന് നോക്കി. എന്നിട്ട് ചില്ല് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പണ്ടേ സാറിനോട് തനിക്ക് പേടിയാണ്, ഇപ്പോൾ അതൊന്നും കൂടി ആയിരിക്കുന്നു. വൈശാഖി അവൻ്റെ ഭാഗത്തേക്ക് പിന്നീട് നോക്കാൻ പോയില്ല. എന്നാ പ്രോജക്റ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്? കോളേജ് അടുക്കാറായപ്പോഴേക്കും അവനിൽ നിന്നും പൊടുന്നതിന് ചോദ്യം ഉയർന്നു. നാളെയാ. പെട്ടെന്നുള്ള ചോദ്യം ആയതുകൊണ്ട് അവളൊരു ഞെട്ടലോടെയാണ് ഉത്തരം നൽകിയത്. ഇന്നലെ എഴുതിയ പ്രോജക്റ്റിൻ്റെ റഫ് നിന്റെ കയ്യിലുണ്ടോ? അവൻ വീണ്ടും എടുത്തു ചോദിച്ചു. ഉണ്ടെന്നുള്ള രീതിയിൽ പെണ്ണ് അവനെ നോക്കി തലയാട്ടി. ഉണ്ടെന്നോ ഇല്ലെന്നോ? ചെക്കൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഉണ്ട് സാർ. അവൾ പരവേശത്തോടെ ഉമിനീര് വിഴുങ്ങി. അത് നോക്കി എഴുത്, എന്നിട്ട് രാവിലെ സബ്മിറ്റ് ചെയ്യാൻ നോക്ക്. മഹാദേവൻ്റെ കാർ കോളേജിൻ്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് കയറി. ഓക്കെ സാർ. മുഖം കുനിച്ചായിരുന്നു പെണ്ണിൻ്റെ മറുപടി. ഇറങ്ങ്. അവൻ വണ്ടി കൊണ്ടുപോയി പാർക്കിങ്ങിലേക്ക് ഇട്ടിട്ട് വൈശാഖിയെ നോക്കി. മടിയിലിരുന്ന ബാഗ് എടുത്തുകൊണ്ട് അവൾ ഡോറ് തുറന്നു പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഡോറടച്ചിട്ട് മെല്ലെ നടക്കുവാനായി തിരിഞ്ഞു. പക്ഷെ മുഖമുയർത്തി നോക്കിയതോ അവൾക്കായി എന്ന വണ്ണം ചിരിയോടെ കാത്തു നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മുന്നിലേക്കും. പിടിച്ചു കെട്ടിയതുപോലെ വൈശു നിന്നിടത്ത് തന്നെ നിന്നുപോയി. അവളിൽ കൂടി ഒരു വിറയൽ പാഞ്ഞു. പൊടുന്നനെ അവൾ തിരിഞ്ഞു നോക്കി. സാറ് ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. അവൾ പിന്നീടൊന്നും ആലോചിച്ചില്ല. ഒരൊറ്റ പാച്ചിലായിരുന്നു വൈശാഖി മഹാദേവൻ്റെ അരികിലേക്ക്. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന അവൻ്റെ പിന്നിലായിപ്പോയി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. എന്താ വൈശാഖി? ഡോറടച്ചു തിരിഞ്ഞവൻ തനിക്ക് പിന്നിൽ വന്നു നിൽക്കുന്നവളോട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഒന്നുമില്ല സാർ. മറുവശത്ത് സിദ്ധാർത്ഥ് ഉണ്ടെന്നുള്ള കാര്യം അവൾ മനഃപൂർവ്വം പറഞ്ഞില്ല. എന്നാ നടക്ക്. അവൻ മുന്നോട്ടേക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ആ. അവൾ മെല്ലെ നടക്കാൻ തുടങ്ങി. മഹാദേവൻ തൻ്റെ ബാഗുമായി അവളുടെ പിന്നാലെയും. വൈശാഖി. പൊടുന്നനെ അവൾക്കായി ഒരു പിൻവിളി വന്നു. അത് സിദ്ധാർത്ഥിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞതും വൈശാഖി ആലില പോലെ വിറച്ചു തുടങ്ങി. അവളുടെ കാലുകൾ കൂച്ചുവിലം കിട്ടതുപോലെ നിന്നു. സാർ എന്നെ കൊല്ലും. ഈശ്വരാ, ആരെയാണോ ഞാനിന്ന് കണി കണ്ടത്? പെണ്ണിൻ്റെ കൈവിരലുകൾ ഇട്ടിരിക്കുന്ന ചുരിദാർ ടോപ്പിൽ മുറുകി. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് പോകണം. പിന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഞാൻ ഇടുന്ന സ്റ്റോറിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി ഇട്ടേക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.